പ്രശംസയ്ക്കും യോഗ്യൻ നീ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. മുട്ടുമേൽ നിന്നുകൊണ്ട് സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിനെ, മഹിമകൾക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായ സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്തും താങ്ങുന്നവൻ. കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ നോക്കാം. നമുക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും യേശുവിന് മുമ്പിൽ ഇറക്കി വെക്കാം. ഹൃദയത്തിൽ നിന്ന് ആരാധന വരട്ടെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മ പാടിയില്ലേ, നമുക്കൊന്നീർന്ന് അവിടുത്തെ ആരാധിക്കാം.
കൈയടിച്ച് ശക്തിയോടെ കൈയടിച്ച് ചേർന്ന് പാടാം. ആമേൻ. വാ തുറന്ന് പാടിക്കേ. ശക്തിയോടെ കൈയടിച്ച് വാ തുറന്ന് പാടിക്കേ. അവരവർ ആരാധിച്ച് ആമേൻ. യേശുവേ. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് ആടിപ്പാടി ആടിപ്പാടി കൈയടിച്ച് കൈകളെ ചൂടി പിടിക്കട്ടെ അഭിഷേകത്തോടെ. Yes, ആമേൻ. ആമേൻ, ആമേൻ. കണ്ണുകളടച്ച് നീയല്ലാതെ വേറെ ദൈവമില്ല. എല്ലാ മക്കളും ചേർന്ന് പാടിക്കേ. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. Yes, ആമേൻ. നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണ് ദൈവം യേശുവേ. എൻ
യേശുവേ, ഹൃദയത്തിൽ നിന്ന് പറ യേശുവേ, മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം, നീയാണെന്റെ സ്തുതികൾക്ക് യോഗ്യൻ യേശു മാത്രം. പിതാവേ, ഹാലേ, ഹല്ലേലൂയ, ചേർന്ന് പാട് മക്കളെ, ഹല്ലേലൂയ, ഹൃദയത്തിൽ നിന്ന് പാട്. ഹല്ലേലൂയ, അനുഗ്രഹം കടന്നു വരട്ടെ. ഹാലേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹാലേ, ഹല്ലേലൂയ, 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 ഹാലേ, ഹല്ലേലൂയ, കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. യേശുവിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത് നമ്മള്. ഓ, യേശുവേ, 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 യേശുവേ. എല്ലാ മക്കളും പറഞ്ഞ യേശുവേ, യേശുവേ, യേശുവേ. വിളിച്ചേ മക്കളെ, യേശുവേ, യേശുവേ. അടുത്തിരിക്കുന്ന 3-4 പേര് കേൾക്കട്ടെ, 3-4 പേര് കേൾക്കട്ടെ. അവരവര് വിളിക്ക്, യേശുവിനെ വിളിക്ക്. അനുഗ്രഹം വേണ്ടിയവരെ വിളിക്ക്, വിടുതൽ വേണ്ടിയവരെ വിളിക്ക്. യേശുവേ. ചുണ്ടനങ്ങിയാ പോരാ, വാ തുറക്ക്. ആ നാവിലൂടെ യേശുവേ എന്നുള്ള ആ യേശുവിന്റെ നാമം പുറത്തേക്ക് വരട്ടെ. നിന്റെ നാവിലൂടെ യേശുവിന്റെ നാമം പുറത്തേക്ക് വരട്ടെ. നമ്മുടെ നാവ് അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ നാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. സകല നാമങ്ങൾക്ക് മേലായ നാമം യേശുവേ എന്ന് വിളിക്കും മക്കളെ. യേശുവേ എന്ന് വിളിക്ക്. ആ വഴിയറമ്പിൽ ഇരുന്നു കൊണ്ട് അന്ധനായി ബർത്തിമേസ് വിളിച്ചില്ലേ? യേശുവേ എന്ന് വിളിച്ചില്ലേ? യേശുവേ എന്ന് വിളിച്ചില്ലേ? വഴിയറമ്പിലായിരുന്നത് ഭിക്ഷക്കാരനാ അവൻ, അന്ധനാ. എന്നിട്ടും അവന്റെ പ്രാർത്ഥന യേശു കേട്ടില്ലേ? ആ നിലവിളിച്ചവന്റെ മുമ്പിൽ യേശു നിന്നു. അതെ, ബർത്തിമേസ് വഴിയറമ്പിൽ ഇരിക്കുകയായിരുന്നു. അവൻ ഉറക്കെ വിളിച്ചു. കൂട്ടുകാര് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എങ്കിലും അവൻ അവരെ അനുസരിക്കാൻ പോയില്ല, സമൂഹത്തെ അനുസരിക്കാൻ പോയില്ല, സമൂഹത്തെ അവൻ നോക്കിയില്ല. അവൻ ആഗ്രഹമുണ്ടായിരുന്നു, അവൻ ആവശ്യമുണ്ടായിരുന്നു. യേശുവിനെ കൊണ്ട് ആവശ്യമുള്ളവൻ അവൻ ഉറക്കെ വിളിച്ചു, യേശുവേ എന്ന് വിളിച്ചു, യേശുവേ എന്ന് വിളിച്ചു. യേശു പെട്ടെന്ന് നിന്നു എന്നാ പറയുന്നത്. യേശു ആരുടെ മുമ്പിലാണ് നിന്നത്? ആരുടെ മുമ്പിലാണ് യേശു നിന്നത്? നിലവിളിച്ചവന്റെ മുൻപിൽ യേശു നിന്നു. ഒരുപക്ഷെ വേറെ ഭിക്ഷക്കാർ അവിടെ ഉണ്ടായിരിക്കാം, പല രോഗികളും വേറെ അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ ആരുടെ മുമ്പിൽ യേശു നിന്നില്ല. നിലവിളിച്ചവന്റെ മുമ്പിൽ യേശു നിന്നു. ഇന്ന് ആരാ ഇവിടെ യേശുവിനെ വിളിക്കുന്നത്? ഇതാ യേശു ഇവിടെ വന്നിരിക്കുക, യേശു കടന്നു വന്നിരിക്കുക ഇവിടെ. ആര് യേശുവിനെ വിളിക്കും? നിങ്ങൾക്കൊരാവശ്യമുണ്ടോ? ആവശ്യക്കാരാ, നീ മിണ്ടാതിരിക്കരുത്. ആവശ്യക്കാരി, നീ മിണ്ടാതിരിക്കരുത്. ഓ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആര് വിളിക്കുന്നു? വിളിക്കുന്നവരുടെ മുമ്പിലേക്ക് അവൻ കടന്നു വരാൻ പോകുക. വിളിക്കുന്നവരെ യേശു വിളിക്കാൻ പോകുക. അതെ, ശിഷ്യന്മാർ എന്ന് അവനോട് പറയുക, ഇതാ യേശു നിന്നെ വിളിക്കുന്നു എന്ന്. യേശു നിന്നെ വിളിക്കുന്നു. യേശു ആരെയാ വിളിച്ചത്? യേശുവിനെ വിളിക്കുന്നവരെ യേശു വിളിക്കാൻ പോകുക. ഇന്ന് ആരാ യേശുവിനെ വിളിക്കുന്നത്? വിളിക്കുന്നവരെ യേശു തൻ്റെ അടുക്കിലേക്ക് വിളിക്കാൻ പോകുക. ഇരു കരങ്ങളെയും ഈശോപക്കലേക്ക് ഉയർത്തി ഒരു 5-6 പേർക്ക് കേൾക്കാവുന്ന ശബ്ദത്തില് കുറെ നേരം വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക, വിളിക്കുക. കണ്ണുകളെ അടച്ച്
Ranga Baba Higa Raja Raja Rasa Riga Raja Hallelujah Hallelujah. ദൈവം കൈകൾ തന്നു. എന്തിനാ കൈകൾ അടിക്കാൻ? കൈകൾ തന്നു, കൈകൾ അടിക്കാൻ. കൈ അടിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരണം. ശക്തിയോടെ കൈകൾ അടിച്ച് ആമേൻ ആമേൻ. ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഉന്നതനാം കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ചേർന്ന് പാടാം. ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഉന്നതനാം കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ശക്തിയോടെ ആരാധിക്കാം നാം ആത്മാവിലും, ആമേൻ. ആരാധിക്കാം നാം സത്യത്തിലും. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. യേശുവേ യേശുവേ. ഓ കൃപകൾ ഒഴുകട്ടെ, കൃപകൾ ഒഴുകട്ടെ, മക്കളുടെ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. തകർച്ചയിടി മുഴക്കം പോലെ അവന്റെ ആജ്ഞ ഗമിച്ചിടുന്നു. പെരുവെള്ളത്തിൽ ഇരച്ചി പോലെ അവന്റെ ശബ്ദം മുഴങ്ങിടുന്നു. തകർച്ചയിടി മുഴക്കം പോലെ അവന്റെ ആജ്ഞ ഗമിച്ചിടുന്നു. പെരുവെള്ളത്തിൽ ഇരച്ചി പോലെ അവന്റെ ശബ്ദം മുഴങ്ങിടുന്നു. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. സ്തുതികളിൽ മധ്യേ വാസം ചെയ്യും, വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. സ്തുതികളിൽ മധ്യേ വാസം ചെയ്യും, വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. 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 ഒരു നിമിഷം കണ്ണുകളെ അടക്കിയ പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൾ ഹൃദയത്തോട് ചേർന്നിരിക്കട്ടെ. കേട്ട തിരുവചനങ്ങളെ നമുക്കൊരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം. വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകരുത് എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അത് അനുവർത്തിക്കുന്നവരായി മാറുക. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. ആ അനുഗ്രഹങ്ങളെ കൊണ്ടുവരേണ്ട വഴി നമ്മൾ വെട്ടണം. വഴി വെട്ടേണ്ടത് നമ്മളാ. വഴി വെട്ടിയെങ്കിൽ മാത്രമേ വലിയ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ. എന്താണ്
നിങ്ങളെ നിന്ദിക്കുന്നവരെ പകരം നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദനത്തിന് പകരം നിന്ദനമോ തിന്മയ്ക്ക് പകരം തിന്മയോ നിങ്ങൾ പകരം കൊടുക്കരുത്. പകരം കൊടുക്കരുത്, മറിച്ച് അവരെ അനുഗ്രഹിക്കുവിൻ. അപ്പോൾ നമ്മൾ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരും. അനുഗ്രഹത്തിന് അവകാശികളായ, അതിന് അവകാശപ്പെട്ട മക്കളായ നമ്മളിൽ നിന്ന് നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വരേണ്ടത് അനുഗ്രഹമാണ്. അതെ, എൻ്റെ ജീവിത പങ്കാളിയെ നാളിതുവരെയും ഞാൻ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ ഞാൻ മറന്നുപോയെങ്കിൽ, എനിക്കത് അറിയാൻ മേലാതെ പോയെങ്കിൽ, അതിനെയോർത്ത് മാപ്പ് ചോദിക്കേണ്ട സമയമായത്. നാട്ടിലുള്ളവർ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനം നാം നമ്മുടെ മക്കളെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിച്ച് തുടങ്ങാം. നമുക്ക് എൻ്റെ ഭർത്താവിനെ ഞാൻ അനുഗ്രഹിക്കാൻ, എൻ്റെ ഭാര്യയെ ഞാൻ അനുഗ്രഹിക്കാൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന 2, 3, 5 പിള്ളേരെ, ആ കുട്ടികളെ നമുക്ക് അനുഗ്രഹിക്കാം. ദൈവം ദാനമായി സമ്മാനമായി നൽകിയ മക്കളാണ്. അവരെ ശപിക്കരുത്, ശാപത്തിൻ്റെ വാക്ക് പറയരുത്. ദൈവം എൻ്റെ ജീവിതവുമായിട്ട് കൂട്ടിച്ചേർത്ത് തന്ന ജീവിത പങ്കാളിയെ ശപിക്കരുത്. ഇതെൻ്റെ വിധിയാന്ന് പറയരുത്, ഇത് ഞാൻ അനുഭവിക്കാനാന്ന് പറയരുത്. അതെ, അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അനുഗ്രഹിക്കാൻ താല്പര്യമില്ലാത്തവരിൽ നിന്ന് അനുഗ്രഹം ഏറെ അകന്നു നിൽക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം വരണം. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, അയൽവക്കത്തുള്ളവരിലേക്ക്, നമ്മുടെ ജോലി പ്രവർത്തന മണ്ഡലങ്ങളിലേക്കെല്ലാം അനുഗ്രഹം കടന്നു വരണം. നമ്മുടെ ബിസിനസ് മേഖലകളിലേക്ക്, തൊഴിൽ മേഖലകളിൽ അനുഗ്രഹം കടന്നു വരണം. നമുക്ക് അനുഗ്രഹിക്കാം. ബോവാസ് തൻ്റെ വയലിലുള്ളവരെ അനുഗ്രഹിച്ചു, എല്ലാ ദിവസവും അനുഗ്രഹിച്ചു. അങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. നമുക്ക് അനുഗ്രഹിച്ചു തുടങ്ങാം. പ്രിയമുള്ളവരെ, കർത്താവേ, അനുഗ്രഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അനുഗ്രഹത്തിൻ്റെ ഭാഷാ ശൈലി എനിക്ക് തരണമേ. ആ അഭിഷേകം എനിക്ക് നൽകണമേ. ദാഹത്തോടെ പ്രാർത്ഥിര്. വാ തുറന്നാൽ തെറി മാത്രം പറയുന്ന, ചീത്ത മാത്രം പറയുന്ന, ശാപത്തിൻ്റെ വാക്ക് പറയുന്ന, നെഗറ്റീവ് വാക്ക് പറയുന്ന സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിട്ടുതൽ തരണമേ. എനിക്ക് സൗഖ്യം തരണമേ. നീ എനിക്ക് കൂട്ടിന് തന്ന എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ, ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിനെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ ശരീരത്തെയും എൻ്റെ ആരോഗ്യത്തെയും അനുഗ്രഹിക്കുവാൻ, നീ തന്നിരിക്കുന്ന സൗന്ദര്യത്തെ അനുഗ്രഹിക്കുവാൻ, ഞാൻ പെണ്ണായിരിക്കുന്ന അവസ്ഥ, ഞാനൊരു പുരുഷനായിരിക്കുന്ന അവസ്ഥയെ അനുഗ്രഹിക്കുവാൻ കൃപ തരണമേ, കൃപ തരണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അനുഗ്രഹിക്കേണ്ട എല്ലാ വ്യക്തികളെയും മേഖലകളെയും തലങ്ങളെയും ഈശ്വര പക്കലേക്ക് ഉയർത്തുക. ഇപ്പോൾ നമ്മൾ സ്തുതിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അനുഗ്രഹിക്കാൻ പോകുക. എല്ലാ മക്കളും തൊട്ടടുത്തിരിക്കുന്ന 4, 5 പേര് കേട്ടോട്ടെ. കേൾക്കാവുന്ന അത്ര ശബ്ദത്തിൽ സ്തുതിച്ചോണം. മറ്റുള്ളവർ കേൾക്കുമല്ലോ എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ വാ തുറന്ന്, ഹൃദയം തുറന്ന് ഉറക്കെ അനുഗ്രഹിക്കണം. കർത്താവേ, എൻ്റെ വീടിനെ അനുഗ്രഹിക്കപ്പെടട്ടെ, വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും സ്വരം ഉയർത്തി ഇന്ന് അനുഗ്രഹിച്ചേ. ഉറക്കെ അനുഗ്രഹിച്ചോ. കുറെ നേരം അനുഗ്രഹിച്ചു. പോരാ, ഉറക്കെ. സ്തുതിക്കുമ്പോഴുള്ള ഒച്ചയുണ്ടല്ലോ, അതേ ശബ്ദത്തിലൊന്ന് അനുഗ്രഹിച്ചേ, അതേ ശബ്ദത്തിലൊന്ന് അനുഗ്രഹിച്ചേ. ഓ ദൈവമേ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യനാഥിൽ നിന്ന്, യേശുവിൽ നിന്ന് ഇവരുടെ മേൽ അനുഗ്രഹം കടന്നു വരട്ടെ. ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, രോഗപീഠകൾ മാറട്ടെ, ദുസ്വഭാവങ്ങൾ മാറട്ടെ, മക്കൾ നന്നായട്ടെ, മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദൈവഭക്തരായി മാറട്ടെ, ഭർത്താവിന്റെ മദ്യപാനം മാറട്ടെ, കുടുംബ കലഹങ്ങൾ മാറട്ടെ, ഭിന്നതകൾ മാറട്ടെ, കുടുംബത്തിൽ സമാധാനം നിറയട്ടെ, ഐക്യത നിറയട്ടെ, തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. വാ തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിരെ. യേശുവേ, യേശുവേ, യേശുവേ,
യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ചോളുക, കണ്ണടച്ചോളുക. അനുഗ്രഹിക്കാനാഥ കൃപയേകണേ. ദാഹത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ച് യേശുവേ അനുഗ്രഹിക്കാനാഥ കൃപയേകണേ. അനുഗ്രഹിക്കാനാഥ കൃപയേകണേ. അതെ, വിശ്വസിക്കുന്നവരുടെ മേൽ, അനുഗ്രഹിക്കാൻ വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. അനുഗ്രഹത്തിന്റെ ഭാഷ അവർ സംസാരിക്കും. ഭാഷാശൈലിക്ക് മാറ്റമുണ്ടാകും. അതെ, നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ചെയ്യുന്നത്. അബ്രഹാത്തെ അനുഗ്രഹിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട സകലരെയും ഞാൻ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന അനുഗ്രഹത്തിനകത്ത് എനിക്കുള്ള അനുഗ്രഹമുണ്ട്. ഞാൻ മേൽക്കുമേൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. നാണം കൂടാതെ, ലജ്ജ കൂടാതെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് തീരുമാനമെടുക്കുക. കർത്താവേ, ഈ കൃപയും അനുഗ്രഹ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മേഖലയും സമഗ്രമായി വിട്ടുതൽ കർത്താവ് തരട്ടെ. നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ അനുഗ്രഹ ആശീർവാദ വിശ്വയിൽ നമുക്ക് സ്വീകരിക്കാം. എല്ലാ മക്കളും മുട്ടുമേൽ നിന്ന് കരങ്ങൾ തുറന്ന യാചനാപൂർവം പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദാഹിര് കർത്താവ് നമ്മുടെ മധ്യ വന്നിരിക്കുക. യേശുവേ 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 യേശുവേ. ഇരു കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാവോ? എല്ലാ മക്കളും ചേർന്ന് പാടിക്കേ. യേശുവേ 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 യേശുവേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ജീവിത പങ്കാളികളുടെ മേൽ, മക്കളുടെ മേൽ അനുഗ്രഹം കടന്നു വരട്ടെ. എൻ്റെ തൊഴിൽ മേഖലകളുടെ മേൽ, എൻ്റെ വീടിൻ്റെ മേൽ അനുഗ്രഹം കടന്നു വരട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ വിളിക്കും മക്കളെ. ഈശോയെ Hallelujah.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.